താമര വിത്ത് ഞാൻ ഓൺലൈൻ വഴിയായിട്ട് മേടിച്ചതാണ്. അതില് ഇത് വെള്ളത്തിലിട്ട് മുളപ്പിക്കണം. 7 ദിവസം കൊണ്ടാണ് ഇത് മുളച്ച് കിട്ടുന്നത്. അപ്പൊ ഞാനിത് ഇനിയിപ്പോ ഇത് ചെയ്യേണ്ടത്, നമ്മള് 2 വശമുണ്ട് ഇതിന്. ഒരെണ്ണം കുഴിഞ്ഞ വശം, ഒരെണ്ണം പൊങ്ങിയിരിക്കുന്ന വശം. അത് ഈ കുഴിഞ്ഞ വശം നമ്മൾ സാൻഡ് പേപ്പറിൽ വെച്ച് ഉരയ്ക്കുക. ഉരച്ചൊരച്ചൊരച്ചൊരച്ച് അതിൻ്റെ ഒരു കണ്ണ് പോലെ തെളിഞ്ഞു വരും. അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത സാധനം കാണാം നമുക്ക്. അതുവരെ ഉരയ്ക്കുക. ഇത് ബുദ്ധിമുട്ടുള്ള പണിയാണ്, എന്നാലും നമുക്കത് ഇതുപോലെ തെളിഞ്ഞു തെളിഞ്ഞു വരും. ഇതുപോലെ പൊട്ടും. ഇതുപോലെ ഇങ്ങനെ ഉരച്ചെടുത്ത വിത്താണിത്. ഇത് അപ്പം ഞാൻ ഒരു 7 എണ്ണം അങ്ങനെ ഉരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല വെള്ളം, നല്ലൊരു ബൗളില, ഒരു കുപ്പിയില വെള്ളത്തിൽ വയ്ക്കുക, വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടിട്ട് അത് ഒരു 7 ദിവസം അതിൻ്റെ അകത്ത് കിടക്കും. 7 ദിവസവും നമ്മൾ വെള്ളം എല്ലാ ദിവസവും മാറ്റി കൊടുക്കും. എന്നിട്ട് ഇതൊരു സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അകത്താണെങ്കിൽ ജനലിൻ്റെ അരികിൽ, പുറത്താണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. എല്ലാ ദിവസവും അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക. താമരക്കുരു പാകിയിട്ട് ഇന്നത്തേക്ക് 4-ാം ദിവസമായി. എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. വിത്താണിത്. അപ്പോൾ ഒരു 7 ദിവസമൊക്കെ കഴിഞ്ഞു. ഞാനിതൊരു പാത്രത്തിലോട്ട് നടാൻ പോകണമെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഓരോ ഇല വന്നിട്ട് എന്നെടുത്ത് കാണിക്കാം. വേര് വന്നിട്ടുണ്ട്. വേര് 2ാമത്തെ കൂമ്പ് വന്നിട്ടുണ്ട്. ഇതിന് 2 കൂമ്പ്, 3ാമത്തെ കൂമ്പ് വരുന്നു. അപ്പോൾ അതങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് നടണത് ഒരു പാത്രത്തിലോട്ട് നടാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ പാത്രത്തിലോട്ട് 4 കുരുണ്ട്, അത് നടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ആദ്യം ചാണകപ്പൊടി ഇട്ട് ഒരു 4 വിത്ത് മാത്രമേ ഇത് മുളക്കാൻ കിട്ടുള്ളൂ. 5-6 വെട്ടതാണ്. 4 വിത്ത് മാത്രമേ കിട്ടുള്ളൂ. ചാണകപ്പൊടി, വേപ്പിൻ്റെ ഇതിനകത്ത് ഇത്തിരി എല്ലുപൊടിയൊക്കെ നമുക്ക് വന്നു. മഴയായ കാരണം പറ്റുന്നു. ഞാൻ മിക്സ് ചെയ്തിട്ട് ചെളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് ചെളി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് പൊങ്ങിപ്പോരും, ചാണകമൊക്കെ പൊങ്ങിപ്പോരും. ഞാനിത്
വെച്ചിട്ട് ചെടിയൊക്കെ മേടിക്കുമ്പോൾ ഒഴിടങ്ങ് മണ്ണ് വെള്ളത്തിൽ ഇട്ട് സൂക്ഷിച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഉള്ള ചെടിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെടി ഇതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പൊട്ടാതെ എടുക്കണേ. വേണ്ട, ഇത് വേര് വന്ന് ഇത് ഒരു കൂമ്പ് വന്ന് ഇതാദ്യത്തെ കൂമ്പ്, ഇതാദ്യത്തെ ഇല, ഇതാദ്യത്തെ ഇല. അത് ഇച്ചിരി നീളം കുറവാണ് കണ്ട. ഇത് രണ്ടാമത്തെ കൂമ്പ്, അത് വിടർന്നിട്ടില്ല. ഇത് മൂന്നാമത്തത്, നാലാമത്തതേ വരാൻ തുടങ്ങി. എന്താ ഒരു വേരും വന്നു കഴിഞ്ഞാൽ നമ്മളിത് നടുക. ഇപ്പം നടണത് നമ്മൾ ഈ കൂമ്പ് കൂടി പോകരുത്. ഒരു കുഴി എടുക്കുക. ഒരു കുഴി എടുത്തിട്ട് കുഴിയെടുക്കുക. കുഴിയെടുത്തിട്ട് നമ്മളിത് വേരോട് കൂടി നമ്മൾ ഈ ഇല മുകളിലാക്കി നമ്മൾ നടുക. ഓക്കെ, ഇതിനും അതുപോലത്തെ മൂന്നാമത്തെ കൂമ്പ് വന്നിട്ടുണ്ട് കണ്ടോ. അത് എൻ്റെ അടുത്തായിട്ട് നീങ്ങിയിട്ട് നമ്മൾ നടുക. ഇതിനും മൂന്നാമത്തെ പൂമ്പ് വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, നാലെണ്ണം. ഓക്കെ, ഇത് നീളം കണ്ട. നമ്മളിനി ഇതിന് പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇലയൊക്കെ ഞാൻ മുകളിലോട്ട് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതിന് നട്ടതിന് ഇളക്കം തട്ടാതെ വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പം മഴ ആയതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് വെള്ളം വന്ന് വീണോളൂ. അത് ഞാൻ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണേ. നമ്മളെ ഇലകളൊക്കെ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
ഓക്കെ. അതാണ് നമ്മൾ താമര നടണ രീതി. അപ്പം ഞാനത് നട്ട് മുളച്ച് വന്നോട് കാണിച്ചു തരാം. അല്ല, ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. 2 ആയിട്ടില്ല, 1 മാസമൊക്കെ കഴിഞ്ഞ് ഇത് നട്ടിട്ട്. അപ്പോൾ അങ്ങനെ നട്ട താമരയാണ് ഈ കാണുന്നത്. കണ്ടാ, അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ നട്ടതാണ്. ഞാനൊരു പാത്രത്തിൽ കുരുമുളപ്പിച്ച് നട്ടതാണ്. അപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞത് നട്ടിട്ട് ഇലകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ.